ക്ലിഫ് ഹൗസിന് മുന്നിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിഷേധം. കൂലി കുടിശ്ശിക ഉടൻ നൽകുക, മിനിമം ദിവസവേതനം 1000 രൂപയാക്കി കൂട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിക്കുന്നത്. ഈ പാവപ്പെട്ടവർക്ക് ഈ ആനുകൂല്യം മുഴുവൻ തട്ടിക്കളയാൻ എന്താണ് കാരണം? അത് നിങ്ങളൊന്ന് വിശദീകരിക്കേണ്ടത്. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അല്ലേ? നിങ്ങളെക്കാൾ മുന്നേ അഞ്ജു ജയപ്രകാശിന്റെ വിശദാംശങ്ങളുമായി. അഞ്ജു, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം? ആതിര, സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിഷേധമാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിലായിട്ട് നടക്കുന്നത്. ഏകദേശം 250ഓളം വരുന്ന പാചക തൊഴിലാളികളാണ് ഈ സമരത്തിന്, ഈ പ്രതിഷേധത്തിന് ഇവിടെ എത്തി നിൽക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇതാണ്. അതായത് 3 മാസത്തെ വേതന കുടിശ്ശിക ഉടൻ നൽകുക, ഒപ്പം തന്നെ മിനിമം വേതനം അത് 1000 രൂപയാക്കി പ്രഖ്യാപിക്കുക, കൂടാതെ ഈ ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച് നിയമമാക്കിയ ഉടൻ പുനഃസ്ഥാപിക്കുക, പിന്നെ വർഷത്തിലൊരിക്കൽ ഹെൽത്ത് കാർഡ് പുതുക്കുക, 10 വർഷത്തെ സർവീസ് ഉള്ളവരെ പാർട്ട് ടൈം ജീവനക്കാരായിട്ട് പ്രഖ്യാപിക്കുക, ഒപ്പം തന്നെ തമിഴ്നാട് മോഡൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവരിപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്ത് ഈ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഏറെ നാളുകളായി ഇത്തരത്തിൽ വേതന കുടിശ്ശിക ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒരു മിനിമം വേതനമായിട്ട് 1000 രൂപ പോലും ഇല്ലാത്ത സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഈ പ്രതിഷേധവുമായിട്ട് എത്തിയത്. ഇവരുടെ പ്രതിഷേധം ആരംഭിച്ചത് ശയന പ്രദക്ഷിണ രൂപത്തിലായിരുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുകയാണ്. ഇതിനു മുമ്പിൽ ഇപ്പോൾ ഗ്രോവാസു ആണ് ഇവിടെ ഇപ്പോൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്ത് 250ഓളം വരുന്ന പാചക തൊഴിലാളികളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണ്. നേരത്തെ ഇത്തരത്തിൽ മുൻപും സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ചും ധർണയുമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് ഇവർ പറയുന്നത്. എന്തായാലും നേരത്തെ പാലക്കാട് തീപ്പൊള്ളലേറ്റ് മരിച്ച ഒരു രുക്മിണി അമ്മ എന്നൊരു സ്കൂൾ പാചക തൊഴിലാളിയുണ്ട്. അവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം അനുവദിക്കുക എന്നുൾപ്പെടെയുള്ള പ്ലക്കാർഡുകൾ തൂക്കിക്കൊണ്ടാണ് ഇവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ അണിനിരന്നിരിക്കുന്നത്. അതുൾപ്പെടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വാക്കുകളായിട്ട് തൊഴിലാളികൾ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആതിര. ശരി, അഞ്ജു ജയപ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.